പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം കേട്ടിട്ട് ഒരുപാട് തവണ എഴുതിയിട്ട് പാസ്സാകാത്ത കുട്ടികൾ ഇതുവരെ ഞങ്ങൾക്ക് പാസ്സാകാൻ സാധിച്ചിട്ടില്ല, അപ്പൊ ഇനി കേട്ടിട്ട് എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില കുട്ടികൾ കമന്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ കേട്ടിട്ട് എഴുതിയിട്ട് പാസ്സാകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, നേടാത്തവരാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം നമ്മുടെ പഠനത്തിലുള്ള രീതികൾ പല റീസൺസ് ഉണ്ടാകാം. അതിലൊരു റീസൺസ് നമ്മൾ അറിയാതെ പോകുന്ന എന്താണ് കേട്ടറ്റിന്റെ ചോദ്യ രീതികളിലുള്ള ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാറ്റങ്ങൾ എങ്ങനെയാണ്, മുൻ വർഷത്തെ ചോദ്യങ്ങളും ഇപ്പോഴത്തെ ചോദ്യങ്ങളും തമ്മിൽ എന്ത് മാറ്റങ്ങളാണ് ഉള്ളതെന്ന് ഒന്ന് നിങ്ങളെ മനസ്സിലാക്കി തരികയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഠന രീതിയിൽ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നവരായിട്ട്, സ്വന്തമായിട്ട് പഠിക്കുന്നവരാകട്ടെ, അതല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കോച്ചിങ്ങിന് പോയി പഠിക്കുന്നവരായിട്ട്, എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പഠന രീതിയിൽ നിങ്ങൾ മാറ്റേണ്ട ഒന്നാണ് ഈ പഠിക്കുമ്പോൾ ചോദ്യ രീതികൾ എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി പഠിക്കാന്നുള്ളത്. ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട 3-4 റീസൺസ് ഉണ്ട് പാസ്സാകാതിരിക്കാൻ, ഇതുവരെയും എഴുതിയിട്ട് പാസ്സാകാതിരിക്കാൻ, കേട്ടിട്ട് നേടാതിരിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് മാറ്റങ്ങളാണ് ഉള്ളത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ചോദ്യ രീതികൾ മാറ്റങ്ങൾ, ഇങ്ങനെയാണ് ഇതിന്റെ മാറ്റങ്ങൾ എന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തറിയണം. അപ്പൊ ആദ്യമായി നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ നോക്കി നിങ്ങൾ 2017 കേറ്ററ്റ് കാറ്റഗറി 4 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2017 ചോദ്യം ഉണ്ടാ. അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിഫൻസ് മെക്കാനിസം അഥവാ സമായോജന തന്ത്രങ്ങൾ. കേട്ടാ, വെറും തന്ത്രങ്ങളെല്ലാം സമായോജന തന്ത്രങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും. ഈ ആശയം ആരുടേതാണ് എന്ന് 2017 ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്നത് 2025 കേട്ടോ. ആ ചോദ്യത്തിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ആരുടേതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: ജീൻ പിയാഷെ, വില്യം വൂൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, ജോൺ ഡ്യൂയി. നമുക്കറിയാം, ഒരു സംശയമില്ല, ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ സൈക്കോളജിയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഏറ്റവും ഗോൾഡൻ ടോപ്പിക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ അതിന് 2017 ചോദ്യം ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, പിന്നീട് വന്നിട്ടുള്ള നോക്കിയാൽ നിങ്ങൾ 2017 തന്നെ K1 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. 2011 K1. ഓക്കെ, ജോൺ അവന്റെ ടീമിന്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു. അതായത് ജോൺ അവന്റെ ടീമിന്റെ വിജയം ആഘോഷിക്കുന്നു, അതുപോലെ തന്നെ ആ വിജയിച്ചതിലുള്ള സംതൃപ്തിയും സന്തോഷവും അവൻ എന്തെങ്കിലും അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന സമായോജന തന്ത്രം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏത് ഡിഫൻസ് മെക്കാനിസമാണ്? അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കി, കേവലം ആ പേര് ചോദിച്ചു. ചിലപ്പോഴൊക്കെ ചോദ്യങ്ങൾ, മുൻ വർഷത്തെ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം ഇതിനകത്ത് ഡിഫൻസ് മെക്കാനിസം അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ആ ഡിഫൻസ് മെക്കാനിസം നിർവചനം പറഞ്ഞുകൊണ്ടുള്ള ചോദ്യം കാണാം. 2017 തന്നെ എന്ത് ചെയ്തു, കുറച്ചും കൂടിയും ആ ഒരു സംഭവത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇത് എന്ത് ഡിഫൻസ് മെക്കാനിസം ആണെന്നുള്ള ചോദ്യ ശൈലിയിലേക്ക് പോയി. നോക്കിയേ, ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ജോൺ അവന്റെ ടീമിന്റെ വിജയം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏതാണ്? താദാത്മീകരണമാണ്, ഐഡന്റിഫിക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ 2017 ചോദിച്ച ശൈലിയാണ്. ഇനി നമുക്ക് വേറെ പുതിയൊരു മെത്തേഡ് നോക്കാം. നോക്കിയേ, 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2024 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന്റെ ചോദ്യമാണ്. ഇവിടെ ചോദ്യത്തിന്റെ ശൈലി ഒന്നുകൂടി മാറി. ഇതുവരെ ചോദിച്ച ശൈലിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടു. നോക്കിയത് നിങ്ങൾ, ഡിസ്പ്ലേസ്മെന്റ് എന്ന പ്രതിരോധ തന്ത്രത്തിന് ഉദാഹരണം ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതും ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം 1 ബി അല്ല, 1, 2, 3 അങ്ങനെ ഇട്ടോ കേട്ടോ. 1, 2, 3 ഏതാണ്? 1 അധ്യാപകന്റെ ശിക്ഷ ലഭിച്ച കുട്ടി വീട്ടിൽ വന്ന് സ്വന്തം അനുജനെ ആക്രമിക്കുന്നു. 2 പ്രിൻസിപ്പലിനെ വഴക്കേണ്ട ഉദ്യോഗസ്ഥൻ തിരിച്ചൊന്നും പ്രതികരിക്കാതെ വീട്ടിൽ വന്ന് ഭാര്യ വഴക്ക് പറയുന്നു. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കോളേജ് വിദ്യാർത്ഥി കൈവിരലുകൾ വലിച്ചു കടിക്കുന്നു. അപ്പൊ ഇവിടെ ആ ചോദ്യത്തിൽ വന്ന മാറ്റങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. നേരത്തെ മുതൽ കേട്ടിട്ട് പഠിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചോദ്യ ശൈലിയിൽ പോകും. പക്ഷെ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാമെന്നുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു അനുഭവം എന്റെ മനസ്സിലുണ്ടാവില്ല. അപ്പൊ ഇവിടെ ആദ്യം ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. എന്താ ഡിസ്പ്ലേസ്മെന്റ്? ഒരാളെന്നോട് ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യും? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അയാളോട് തീർക്കാതെ വേറെ ആളോട് പോയി തീർക്കാം. അപ്പൊ അങ്ങനെ ഡിസ്പ്ലേസ്മെന്റുമായിട്ട് ചോദിച്ചു വരും. നോക്കിയേ, അധ്യാപകന് ശിക്ഷ ലഭിച്ച കുട്ടി എന്ത് ചെയ്യുന്നു? വീട്ടിൽ പോയി സാന്നിധ്യനെ തീർക്കുന്നു. ഒന്നാമത്തെ ശരി. പ്രിൻസിപ്പലിന്റെ വഴക്കായിട്ട് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു? വീട്ടിൽ പോയി ഭാര്യ വഴക്ക് വരുന്നു. രണ്ടും ശരി. 3,
മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു? കൈവിരലുകൾ കടിക്കുന്നു അല്ലെ? അപ്പൊ അത് തെറ്റാണ്. അപ്പോ 1ഉം 2ഉം ശരി വരുന്ന ഓപ്ഷൻ ഏതാണ്? ഇവിടെ സി ആണ് വരുന്നത്. കണ്ടോ? അപ്പൊ ക്വസ്റ്റ്യൻ മാറി, പാറ്റേൺ മാറി. കണ്ടോ? 1, 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇങ്ങനെയും എന്ത് ചെയ്യുന്നു? ചോദ്യത്തിൽ മാറ്റങ്ങൾ വരുന്നു. നമ്മൾ കേവലം ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം പഠിച്ചു വെച്ചിട്ട് ചിലപ്പോ കാര്യമായിക്കൊള്ളണമെന്നില്ല. എന്താണ്? ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, അല്ലെങ്കിൽ ഒരു പിയാഷയുടെ തിയറി ആണ്, എന്തായിക്കൊള്ളട്ടെ അതിന്റെ മുക്കും മൂലയും നോക്കി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതുണ്ട്. മറ്റേത് ആ പേര് മാത്രം പഠിച്ചില്ലെങ്കിൽ ടേം മാത്രം പഠിച്ചു പോയാൽ മതി. അപ്പൊ അത് പറ്റില്ല എന്ന്. ഓക്കെ, ഇനി ഇതാണ് ആ ഒരു മാറ്റം കേട്ടോ. ഇനി വേറൊരു ചോദ്യത്തിലെ മാറ്റം കൂടി ഞങ്ങളോട് പറയാണ്. ഇത് 2019 K1 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? സ്പൈറൽ കരിക്കുലം, സർപ്പിള പാഠ്യപദ്ധതി, ഇത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണെന്നുള്ള ചോദ്യം. ഒരു സംശയമില്ലാതെ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യമാണ്. എന്താണ്? അറിയാലോ, ഓപ്ഷൻ ഒന്നും വായിക്കണ്ട. കറക്റ്റ് ആൻസർ ഏതാണ്? ബ്രൂണർ ആണ് അല്ലെ? ബ്രൂണറുടേതാണ് എന്ത് പറയുന്നത് ഈ ഒരു സംഭവം വരുന്നത്. ഒരു സംശയമില്ല, 2019 ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ ഈ ഒരു പാറ്റേൺ മാത്രം പഠിച്ചു പോണ ആൾക്ക് ഇപ്പോ ഇതാക്കാൻ പറ്റുമോ? ഇല്ല. ചോദ്യത്തിന്റെ ശൈലി മാറി. നോക്കിയേ, 2024 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്താ? നേടിയ അറിവിൽ നിന്നും പുതിയ അറിവ് കൂട്ടിച്ചേർത്ത് അറിവ് കൂടുതൽ ആഴത്തിലാക്കുന്ന പഠന രീതി ഏതാണ്? കണ്ടോ? ചോദ്യത്തിന്റെ ശൈലി ഒന്ന് മാറി. ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രൂണറെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബ്രൂണറുടെ ടേംസും കാര്യങ്ങളും പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് രക്ഷപ്പെടാം. പക്ഷെ ഇന്ന് എന്ത് ചെയ്യണം? കുറച്ചും കൂടെ ആഴത്തിൽ പഠിക്കണം. അത് പഠിക്കണ്ടെന്നല്ല കേട്ടോ. എന്നാൽ പഴയ ശൈലിയിൽ നിന്ന് വരുന്ന അതേ ചോദ്യ രൂപങ്ങളും ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ആ സംഭവം എന്താണെന്ന് ചോദിച്ചു. അഥവാ നേടിയ അറിവിൽ നിന്നും പുതിയ അറിവുകൾ കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യുന്നു? ആ പഠനത്തിന്റെ ആഴം കൂട്ടുന്നു. അതിനെ എന്താ പറയുന്നത്? കണ്ടോ? ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകുന്നു. എന്താ പറയുന്നത്? ഡിസ്കവറി ലേണിംഗ് ആണോ? സ്പൈറൽ കരിക്കുലം ആണോ? റിസപ്ഷൻ ലേണിംഗ് ആണോ? ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ? നമുക്കറിയാം സ്പൈറൽ കരിക്കുലമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഒരേ ഇതിനകത്ത് വരുന്ന ചോദ്യം വ്യത്യസ്ത രൂപത്തിൽ എന്ത് ചെയ്തു? ചോദിച്ചു. ഈ ചോദ്യമാറ്റങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ടത്? പുതിയ പഠന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്നർത്ഥം. ഒരു എക്സാമ്പിൾ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, 2018 K1 ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇത് മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, ഏത് ഉറക്കത്തിൽ വേണ്ടി ചോദിച്ചാലും നമ്മൾ പറയും. ഓപ്ഷന്റെ ഒന്നും ആവശ്യമേ ഇല്ല. എന്താണ്? ഹവാർഡ് ഗാർണർ ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ ഒരു ചോദ്യം മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്ക് പറ്റുമോ? ഇല്ല. ചോദ്യത്തിന്റെ ശൈലി പറ്റും. പക്ഷെ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സാധാരണ ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. നമ്മൾ സാധാരണ ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ പെഡഗോജിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ വരാറുണ്ട്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരുടേതാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ടോപ്പിക് വന്നത് നോക്കിയേ. 2019 തന്നെ ജനുവരി 2019 K1 ഒരു ചോദ്യമാണ്. റാണി നല്ല നേതൃത്വ പാഠവും സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്തുന്ന കഴിവുള്ള ഒരു കുട്ടിയാണ്. അവൾക്കുള്ളത് ഏതു തരം ബുദ്ധിയാണ്? അപ്പൊ ഇവിടെ എന്ത് മനസ്സിലാക്കി? നമ്മൾ കേവലം ആ ഒരു ബുദ്ധി മാത്രം പഠിച്ചു വെച്ചാൽ പോരാ. പിന്നെയോ അതിന്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് ഓരോ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതിന് പറ്റിയ ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ റാണിക്കുള്ള കഴിവ് സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ വേറൊരാളുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് എന്നുള്ളത്. അപ്പൊ ആദ്യം ചോദിച്ചത് ഇത് ആരുടേതാണെന്ന് ചോദിച്ചു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ചോദ്യത്തിന്റെ ശൈലി മാറി. ഓരോ സംഭവങ്ങളെയും എടുത്തുകൊണ്ട് ചോദിക്കുന്ന ഒരു രൂപമാണ് അവിടെ വന്നത്. എന്നാൽ പിന്നെയും എന്ത് ചെയ്ത് ചോദ്യത്തിന്റെ ശൈലികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞാൽ ഇത് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ആ ഒരു പഠന രീതിയിലും ആ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതിലും നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റം വരുത്തി ഇതാകണം. ഇങ്ങനെയും ചോദ്യത്തിന്റെ ശൈലി ഉണ്ട്, ഇങ്ങനെയും നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളത് നിങ്ങൾക്കും സ്വയം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് കേട്ടോ. 2024 തന്നെ K1 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ ശൈലി മാറി. എന്താണ്? ഹവാർഡ് ഗാർണറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണെന്നുള്ള ചോദ്യം വന്നു. നമുക്കറിയാം ഇപ്പോ ഇദ്ദേഹത്തിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിന്റെ ശരിയായതിൽ ഏറ്റവും അനുയോജ്യമായതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കേവലം ഏതെങ്കിലും മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ ഏതെങ്കിലും 9 എണ്ണം ഉണ്ട്, അതിനകത്ത് ഏതോ 1-2 എണ്ണം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നടക്കോ? ഇല്ല. എന്താണ്? ആഴത്തിലുള്ള പഠനമാണ് വേണ്ടത്. അത് ആഴത്തിലുള്ള പഠനം ചോദ്യ ശൈലി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെ സെയിം ആണ്, അതിനകത്ത് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിന്റെ ശൈലി കൂടി നമ്മൾ മെത്തേഡ് കൂടി പുതിയ മാറ്റങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞ് പഠിക്കണം. ഇവിടെ ഏതാണ് ഏറ്റവും അനുയോജ്യമായത്? ശില്പി ഭാഷാപരമായ ബുദ്ധിയാണോ? അല്ല, നമുക്കറിയാം
തത്വചിന്തകൻ ശാരീരിക ചാലബുദ്ധിയാണോ? അല്ലെ, ചിന്തിക്കുന്നത് ശരീരവുമായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല, അതും തെറ്റാണ്. ഡാൻസർ എന്താണ്? അന്തർവൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണോ? അല്ല. രണ്ട് തരമുണ്ട്, ഇൻട്രാ പേഴ്സണലുണ്ട്, ഇന്റർപേഴ്സണലുണ്ട് കേട്ടോ. പിന്നെ കർഷകൻ എന്താണ്? പ്രകൃതിപരമായാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ക്വസ്റ്റിന്റെ മെത്തേഡ് എന്ത് ചെയ്തു? മാറി വന്നു. അഥവാ എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ വന്നു. ആ ടോപ്പിക്കുമായിട്ട് വരുന്ന മെയിൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന രീതിയിൽ എന്തെടുത്തു? ചോദ്യങ്ങൾ അവിടെ വന്നു. അപ്പോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഡി ആണ്. അപ്പൊ ഈ ഒരു മാറ്റങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത് കേട്ടോ. ഈ ഒരു മാറ്റങ്ങൾ അറിഞ്ഞ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെയും ഞങ്ങൾ എക്സാം എഴുതിയിട്ട് പാസ്സായിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഠനശൈലി നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ പുതിയ മാറ്റങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞു വേണം ഓരോ ടോപ്പിക്കും പഠിക്കാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാലും ശരി, ഇനി വേറെ കോച്ചിങ്ങിന് എവിടെ പോയി പഠിച്ചാലും ശരി, ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? അറിഞ്ഞു പഠിക്കുക. കേറ്ററ്റിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ കോഡുകളും കാര്യങ്ങളും കണക്ട് ചെയ്ത് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ എന്താണ് പ്രധാനമായി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നു. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പുതിയ ഒരു മാറ്റം അനുസരിച്ച് നിങ്ങൾ ഒരു പുതിയ പഠനത്തിന് തയ്യാറാകാൻ തുടക്കം കുറിക്കാൻ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് നിങ്ങൾ കാത്തിരിക്കേണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സ്വന്തമായി പഠിക്കാൻ തീരുമാനിച്ചവരായിരുന്നാൽ പോലും എന്ത് ചെയ്യുക? ഇന്നു മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഈ ഒരു മാറ്റങ്ങൾ, ചോദ്യങ്ങളുടെ മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.